സൈനിക നീക്കം പുനരാരംഭിക്കുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ്. ഇറാൻ അച്ചടക്കം ലംഘിച്ചാൽ സൈനിക നീക്കം പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാൻ വഴി ഇറാൻ സമർപ്പിച്ച 14 നിർദ്ദേശങ്ങൾ അമേരിക്ക പരിശോധിച്ചു വരികയാണ്. ഉപരോധം പിൻവലിച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം മറികടന്ന് ഇറാന്റെ കൂറ്റൻ എണ്ണക്കപ്പലായ ഹ്യൂജ് ഏഷ്യൻ പസഫിക് മേഖലയിലെത്തി. ഏകദേശം $220 ദശലക്ഷം മൂല്യമുള്ള 1.9 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് കപ്പലിലുള്ളത്. ഹോർമൂസ് കടലിടുക്കിലും പരിസരത്തുള്ള 200 കിലോമീറ്റർ തീരപ്രദേശത്തും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രഖ്യാപനം. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. കഫ്തർ, ദജാൽ, ഷൌക്കീൻ എന്നീ ഗ്രാമങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നാലെ 9 ഗ്രാമങ്ങളിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 50ഓളം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഈ വർഷം മാർച്ചിൽ ആരംഭിച്ച യുദ്ധത്തിന് പരിഹാരമായി ഏപ്രിൽ 17-ന് വാഷിംഗ്ടണിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി.